ഇടയ്ക്ക് ചില ദിവസം എണീക്കുമ്പോൾ തൃപ്രയാർ അമ്പലത്തിൽ പോയിട്ട് ഒന്ന് തൊഴാനും പിന്നെ ഒരു മസാല ദോശ കഴിക്കാനും തോന്നും. തൃപ്രയാർ അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് പുതിയൊരു റെസ്റ്റോറൻറ്റ് ഗ്രാമീൺ ഭവൻ എന്നുള്ള പേരിൽ ഓപ്പൺ ആയിട്ടുണ്ട്. സാധാരണ തൃപ്രയാർ അമ്പലത്തിൽ തൊഴാൻ വന്നാൽ ഞങ്ങളെല്ലാവരും പോണത് തൃപ്രയാർ നമ്പീശൻസ് ലക്ഷ്മി കഫേയിലാണ്. ഇന്നിപ്പോൾ ഇങ്ങനൊരു പുതിയ റെസ്റ്റോറൻറ്റ് കണ്ടതുകൊണ്ട് ഒന്നിവിടെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം സ്പേസൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പായിട്ടാണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വൃത്തിയുണ്ട്. എന്താ കഴിക്കാൻ? ഒരു സെറ്റ് പൂരി, 2 മസാല, ഒരു മൈസൂർ മസാല, സാധാ മസാല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ പൊടി മസാല ദോശ എന്ന് എഴുതി വെച്ച കണ്ടേ. അപ്പം ഞങ്ങൾ പിന്നെ സാധാ മസാല ദോശ എന്നുള്ള മാറ്റിയിട്ട് പൊടി മസാല ദോശ ആക്കിയിട്ടാ. മസാല ദോശ രണ്ടും നല്ല വലുപ്പമുണ്ടായിരുന്നു കേട്ടാ. കൂടെ കൂട്ടാൻ ചുമന്ന ചമ്മന്തി ഉണ്ടായിരുന്നു, വെള്ളച്ചട്നി ഉണ്ടായിരുന്നു. ദീപു പൊടി മസാല ദോശയും ഞാൻ മൈസൂർ മസാല ദോശയാണ് കഴിച്ചത്. മൈസൂർ മസാല ദോശയ്ക്കും പൊടി മസാല ദോശയ്ക്കും 100 രൂപയാണ് ഇവർ ചാർജ് ചെയ്യണത്. പൊടി ദോശയിലത്തെ ആ പൊടിയും മൈസൂർ മസാലയിലെ മസാലയും കണ്ടപ്പോൾ വായിൽ ശരിക്കും വെള്ളം നിറഞ്ഞു. രണ്ട് ചട്നിയും നല്ലതായിരുന്നു. സാമ്പാറും ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ലേറ്റായിട്ടാണ് സാമ്പാർ കിട്ടിയത്. കഴിച്ച് പകുതിയായപ്പോൾ ഞാനും ദീപുവും ദോശകൾ തമ്മിൽ പരസ്പരം കൈമാറി. പൊടി ദോശേനേക്കാൾ കൂടുതൽ ദീപുവിന് മൈസൂർ മസാലയാണ് ഇഷ്ടമായെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് 2 ദോശയും ഒരുപോലെ ഇഷ്ടമായി. കറക്റ്റ് ടൈമിൽ ചായ എത്തി. ദോശ കഴിപ്പ് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിലും ഒരു സെറ്റ് പൂരിയും കൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടിയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയായിരുന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ എപ്പോഴും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഐറ്റമാണ് പൂരി. പൂരിയുടെ കൂടെ കിട്ടിയ മസാലക്കറി കുറച്ച് ലൂസായിട്ടുള്ള ടൈപ്പായിരുന്നു. പൂരിയും മസാലയും കൂട്ടി കഴിച്ചു നോക്കി. നല്ലൊരു മസാലക്കറി. ഫുഡ് നന്നായി ഇഷ്ടമായോണ്ട് ഞാൻ വളരെ ഫാസ്റ്റും ദീപു വളരെ സ്ലോ ആയിരുന്നു. ഇവിടെ ഇരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ തൃപ്രയാർ അമ്പലത്തിൽ വരുന്ന എല്ലാ ആൾക്കാരെയും കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല്. കൂടെ അമ്മയ്ക്ക് പാഴ്സലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്കും പൊടി മസാല ദോശ വളരെ ഇഷ്ടമായി. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് കുറച്ചേരം വിശ്രമിച്ചിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ നേരെ തളിക്കുളങ്ങര ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രസാദോട്ടിൽ പങ്കെടുക്കാൻ പോയി. ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും തിരക്കൊക്കെ ഒരുപോലെ ആണെങ്കിലും ഞങ്ങൾക്ക് സീറ്റ് കിട്ടാൻ കുറച്ചധികം നേരം കാത്തിക്കേണ്ടി വന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നല്ല വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് ഇപ്രാവശ്യവും പ്രസാദോട്ടിന് കൊടുക്കണേ. ദീപു അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് എവിടെ പോയാലും സംസാരിച്ച് നിന്ന് സമയം പോണതറിയില്ല. രാവിലെ ദോശയും പൂരിയൊക്കെ കഴിച്ചുള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഇവിടെ വന്ന് സദ്യ വിളമ്പണ കണ്ടപ്പോഴേ വയറ്റിലെ ജഡരാഗ്നി അങ്ങോട്ട് ഉണർന്നു. ഇപ്പം ഈ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് മോഹനേട്ടനാണ് കേട്ടോ. 1ാം ക്ലാസ്സിൽ മിഠായി മേടിക്കണ മുതൽ ഇന്നലെ വൈകിട്ട് ജ്യൂസ് കുടിക്കണ വരെ മോഹനേട്ടൻ്റെ കടയിൽ പോവാത്ത ദിവസങ്ങളില്ല. മോഹനേട്ടൻ മാത്രമല്ല, ഇവിടെ വിളമ്പുന്നവരും കഴിക്കുന്നവരായിട്ടുള്ള എല്ലാവരും നമ്മുടെ പരിചയക്കാരൊക്കെ തന്നെയാണ്. സീറ്റ് കിട്ടി ഇല വെച്ചതോടെ ദീപു ഹാപ്പിയായി. കറികൾ ഓരോന്നോരോന്നായി വിളമ്പാനും തുടങ്ങി. വളരെ നൈസായിട്ട് എറിഞ്ഞ് ഈ മാങ്ങച്ചാറ് കാണുമ്പോൾ തൊട്ട് നോക്കാണ്ടിരിക്കാൻ പറ്റണില്ല. ഇവിടെ ചോറ് വിളമ്പണ കണ്ടാൽ തന്നെ വയറ് മനസ്സൊക്കെ ഇങ്ങോട്ട് നിറയും. അത്രയും ലാവിഷായിട്ട് ചോറിട്ടു. അതിൻ്റെ മേലേക്ക് യഥേഷ്ടം സാമ്പാർ ഒഴിച്ചു.
കഴിഞ്ഞ വർഷത്തെ അതേ രുചി, നല്ല കിടിലൻ സദ്യ. സാമ്പാറിലെ നന്നായി വെന്ത ഒരു വെണ്ടയ്ക്ക കഷ്ണം അങ്ങോട്ട് കിട്ടി. അതും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഇടയിൽ പാൽപ്പായസം എത്തി. പുറകിലൊക്കെ കുറേ പേര് കാത്തു നിൽക്കണുണ്ടേ. ഇനി അധികം താമസിപ്പിക്കണ്ട, പെട്ടെന്ന് പരിപാടികൾ അങ്ങോട്ട് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. ഉള്ള അവിയൽ മൊത്തം എടുത്ത് ചോറിൻ്റെ മേലേക്ക് വിതറി നന്നായി മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു. നല്ല കിടിലൻ അവിയലായിരുന്നു കേട്ടോ. എല്ലാ വിഭവങ്ങളും ഒന്നിനൊന്ന് മെച്ചം. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കണേക്കാളും അമ്പലത്തിലെ പായസത്തിന് എന്തോ ഒരു പ്രത്യേകത തോന്നാറുണ്ട്. ദീപുവിനാണെങ്കിൽ വളരെ ഇഷ്ടമായിട്ടാ. പായസം വലിയ ഇഷ്ടമായതുകൊണ്ട് സാധാരണ ദീപുവിന് കുറച്ച് ഞാൻ ബാക്കി വയ്ക്കാറുണ്ട് കേട്ടാ. പക്ഷെ ഇത്തവണ അതുണ്ടായില്ല. അങ്ങനെ മോഹനേട്ടൻ ദീപുവിന് രണ്ടാമതും പായസം കൊടുത്തു. അങ്ങനെ പായസം കൂടിയൊക്കെ കഴിഞ്ഞ് വയറും മനസ്സും നിറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ വർഷവും തളിക്കുളങ്ങര ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രസാദോട്ടിൽ പങ്കെടുക്കാൻ പറ്റി. രാവിലത്തെ നല്ല ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കലത്തെ പ്രസാദോട്ടും അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.